നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വൃക്കരോഗങ്ങൾക്കുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി ശാസ്താംകോട്ടയിലെ അഹിംസ് ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡയറക്ടർ ഡോക്ടർ സലീന ഡോക്ടർ ലൈവിൽ അതിഥിയായെത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. സാധാരണയായിട്ട് കണ്ടുവരുന്ന വൃക്കരോഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു യൂറിനറി ഇൻഫെക്ഷൻ തുടങ്ങി അങ്ങോട്ട് എല്ലാം വൃക്കയെ ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫിൽറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് വൃക്ക. ഈ രണ്ട് വൃക്കകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും. ഈ വൃക്കയെ സഹായിക്കുക നമ്മൾ ചെയ്യണം തിരിച്ച്. അങ്ങനെ സഹായിക്കുന്നത് പ്രധാനമായും ആവശ്യത്തിന് വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ മറ്റൊരു അസുഖം വരുന്നത് വരെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ മതി. പക്ഷേ ഒരു കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അമിതമായി വെള്ളം കുടിക്കണം എന്ന് പറയും. ആരംഭത്തിൽ അമിതമായി വെള്ളം കുടിക്കും. കിഡ്നി പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളം കൊടുത്തുകൊണ്ട് അതിന് കൂടുതൽ ജോലി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഡോക്ടർമാർ അധികം വെള്ളം കുടിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കൊന്നും പോകാതെ തന്നെ നമുക്ക് കിഡ്നിയെ ഫലപ്രദമായിട്ട് നോർമലായി നിർത്താനായിട്ട് സാധിക്കും. ഹോമിയോപ്പതിയിൽ അതിന് ധാരാളമായി സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണമായിട്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് രോഗിയെ രക്ഷപ്പെടുത്താനും സാധിക്കും. ഹോമിയോപ്പതിയിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന വൃക്കരോഗങ്ങൾ എന്തൊക്കെയാണ്? വൃക്കരോഗങ്ങളെല്ലാം തന്നെ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. യൂറിനറി ഇൻഫെക്ഷനിൽ തുടങ്ങി ഇപ്പോൾ കിഡ്നി ഫെയിലിയർ സംഭവിക്കുന്നത് വരെ നമുക്ക് എല്ലാ രോഗങ്ങൾക്കും, ഈവൻ അതിനകത്ത് സിസ്റ്റ്, റീനൽ സ്റ്റോൺ, ഇങ്ങനെ ഒരുപാട് അവസാനം നിഫ്രൈറ്റീസിലെത്തുന്നത് വരെയോ അല്ലെങ്കിൽ കിഡ്നി ക്യാൻസർ വരുന്നതോ ഒക്കെ തന്നെ ആരംഭ ദശയിലാണെങ്കിൽ നമുക്ക് 100% രോഗിക്ക് ശുഭകരമായ വാർത്ത കൊടുക്കാൻ സാധിക്കുകയും നല്ല റിസൾട്ട് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. വൃക്കരോഗങ്ങളിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രധാന പ്രശ്നം വളരെ വൈകിയാണ് അത് തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളതാണ്. എങ്ങനെ ലക്ഷണങ്ങളിലൂടെ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും? രോഗി പക്ഷേ നേരത്തെ തന്നെ അറിയും. കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഭക്ഷണം, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കും, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ആമാശയ രോഗങ്ങളോ കിഡ്നി സംബന്ധമായ അസുഖങ്ങളോ വരാറില്ല. ഇത് രണ്ടും ഉഴപ്പുന്ന ആളുകൾ അല്ലെങ്കിൽ ആഹാരത്തിനോടും വെള്ളത്തിനോടും താല്പര്യം കാണിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് തന്നെ അറിയും. ഇപ്പോൾ തന്നെ കോൺസ്റ്റിപ്പേഷൻ പോലെ തന്നെ യൂറിൻ പാസ് ചെയ്യാനുള്ള ഡിഫക്റ്റ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ തടസ്സമോ താമസമോ ഇത് പോകുന്ന ഫ്ലോയ്ക്ക് വ്യത്യാസമോ രോഗിക്ക് പെട്ടെന്നറിയാൻ പറ്റും. അപ്പോൾ അവരത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത് കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അത് മനസ്സിലാക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം യൂറിൻ ടെസ്റ്റ് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ആൽബുമിനൂറിയ എന്ന് പറയുന്നൊരു കണ്ടീഷനായിരിക്കും. ടെസ്റ്റ് ചെയ്യുമ്പം ആൽബുമിൻ പസ് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ് ഒക്കെ കാണും. പിന്നെ ഒരു പക്ഷേ അത് കൃത്യസമയത്തിന് യൂറിൻ പാസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് ഇതിനകത്ത് സെഡിമെൻറ്റ്സ് ആണ് കൂടുതൽ പ്രോബ്ലംസിലേക്ക് പോകുന്നത്. അപ്പം കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ ആയി മാറും. അപ്പം അതും യൂറിനിൽ ആദ്യം നമുക്കറിയാൻ പറ്റും. ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും യൂറിൻ വീണ്ടും കോൺസെൻട്രേറ്റഡ് ആക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ തുടർന്ന് നമ്മൾ ഇങ്ങനെ പോയത് സ്ഥിരമായി അങ്ങനെ ഒരു ഹാബിച്വൽ കണ്ടീഷൻ ഉള്ള ആൾക്കാരൊക്കെ ഒടുവിൽ ഈ പറഞ്ഞ പോലെ സെഡിമെൻറ്റ്സ് കൂടിയിട്ട് ക്രിസ്റ്റൽസിനും അപ്പുറം ക്രിയാറ്റിൻ, യൂറിയ, യൂറിക് ആസിഡ് എന്ന് പറഞ്ഞ അവസ്ഥ കൂടിക്കൊണ്ടിരിക്കും. അതിൻ്റെയൊക്കെ നോർമൽ വാല്യൂസിലേക്ക് നിർത്തുക. ഉദാഹരണത്തിന് ക്രിയാറ്റിൻ 1.2 മേളിൽ പോകുമ്പോഴേ തന്നെ കിഡ്നി ഫെയിലിയർ എന്നാണ് പറയുന്നത്. അങ്ങനെ പരാജയം സംഭവിക്കുന്ന കണ്ടീഷനിൽ തുടക്കത്തിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിത്തിൻ 1 വീക്കൊക്കെ നമുക്ക് ക്രിയാറ്റിൻ നോർമലാക്കാൻ സാധിക്കുന്നുണ്ട്. എബോവ് 5 ആകുന്നത് വരെയൊക്കെ നമ്മളതങ്ങനെ ഏറ്റെടുക്കും. അതിന് മുകളിലേക്ക് പോകുമ്പോൾ ആണ് ഡയാലിസിസിലേക്കൊക്കെ. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഹലോ 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 മാം, എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ് ചോദിക്കണേ. കുറച്ച് ക്രിയാറ്റിൻ കൂടുതലാണ് ബ്രദറിന്. എത്ര ഉണ്ടാവും? ഒരു 6 ആണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പോ ഒരു ചെറിയൊരു പ്രോബ്ലം ഉള്ള കാരണം വീട്ടിൽ തന്നെയാണ്. പക്ഷെ മാം ഇപ്പൊ പെട്ടെന്ന് കൂടിയതാണ്. അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചാൽ അത് ശരിയാവോ? ഭക്ഷണം നിയന്ത്രിക്കുന്നത് പ്രധാനമായിട്ട് വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇദ്ദേഹം ഇപ്പോൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടാവും ഒരു ദിവസം? ഒരു 2 ലിറ്ററോളം കുടിക്കുന്നു. സാധാരണ ഒരു 2 ലിറ്റർ എന്ന് പറയുമ്പോൾ 6 ഗ്ലാസ് വെള്ളം ആകുന്നുള്ളൂ. അപ്പൊ കൂടുതൽ കുടിക്കാമോ? വെള്ളം കുടിക്കണം. നീര് ഉണ്ടോ കാലിലും? ഒരു പ്രോബ്ലമോ ഇല്ല. ഒരു വിഷമവും അതിനെ സമയിച്ചിട്ട് ആൾക്കില്ല. ഇത് എങ്ങനെ സംഭവിച്ചെന്നോ മറ്റോ അറിയാമോ? ഇത് ചെറിയൊരു സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രോക്ക് വന്നതാണ്.
ധാരാളം മെഡിസിൻസ് വേറെ കഴിക്കുന്നുണ്ടാവും. കുറച്ച് മെഡിസിൻസ് ഇതിന് ബിപിക്ക് കൺട്രോൾ ചെയ്യാൻ. സാധാരണ അങ്ങനെയാണ്. ബി.പി ഷുഗറും ഒക്കെ ഉള്ള ആൾക്കാരാണ് ആദ്യം ഈ കിഡ്നി ഫെയിലിയർ കണ്ടീഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നോർമലാണ്. അതൊക്കെ നോർമലായി വരുന്നതിനോടൊപ്പം ഇത് നോർമലാക്കാനായിട്ട് ഇപ്പം ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണ്. ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് തന്നെ അത് നോർമലാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പം ഹോമിയോയിൽ മാം അപ്പോൾ നമുക്ക് ക്രിയാറ്റിൻ കുറച്ച് കൊണ്ടുവരാൻ പറ്റും? തീർച്ചയായിട്ടും. ഞാൻ 7 മുകളിലൊക്കെ ക്രിയാറ്റിൻ എത്തിയ ആളുകളെ 1.2 കൊണ്ടെത്തിച്ചിട്ടുണ്ട്. മറ്റ് കംപ്ലയിൻസ് ഒക്കെ ഉള്ള ആളുകളെ തന്നെ നമുക്ക് മെഡിസിൻ കൊണ്ട് അതെല്ലാം മാനേജ് ചെയ്യേണ്ടി വരും. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഡോക്ടർ നമസ്കാരം. നമസ്തേ. ഇടുക്കി ജില്ലയെന്നാണ് വിളിക്കുന്നത്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഞാൻ കിഡ്നി പേഷ്യന്റ് ആയിരുന്നു. എനിക്ക് ക്രിയാറ്റിന്റെ ലെവൽ ഇപ്പൊ 10 നിൽക്കുന്നത്. 10 മറ്റൊന്നും ചെയ്യുന്നില്ല. കിഡ്നിയുടെ സൈസ് ഇച്ചിരി ചുരുങ്ങിയിട്ടുണ്ട്. നേരത്തെ ആദ്യം സ്കാൻ ചെയ്യുമ്പോൾ 10 സെന്റിമീറ്ററിന് മുകളിൽ ഉണ്ടായിരുന്നു വലിപ്പം. ഇപ്പൊ ഒന്ന് 7 സെന്റിമീറ്റർ ചില്ലറയും ഒന്ന് 8 സെന്റിമീറ്റർ ചില്ലറയും ആയിട്ടുണ്ട്. ചുരുങ്ങുന്നു എന്ന് പറയുന്നു. ചുരുങ്ങുന്നു. ഇപ്പോൾ വെള്ളം കുടിക്കുന്നില്ല. ഫങ്ഷൻ ഡൗൺ ആണ്. ഫങ്ഷൻ ഡൗൺ ആയതുകൊണ്ട് വെള്ളം കൂടി പരമാവധി ഒഴിവാക്കിയോ? അല്ല, വെള്ളം കൂടി ഞാനിപ്പോ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞ ആവശ്യത്തിന് വെള്ളം യൂറിൻ അനുസരിച്ച് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു. യൂറിൻ നന്നായിട്ട് പാസ് ചെയ്യുന്നുണ്ടോ? യൂറിൻ നന്നായിട്ട് പോകുന്നുണ്ട്. 2 ലിറ്ററോളം ഡെയിലി പോകുന്നുണ്ട്. അതിന് ഇടയ്ക്ക് തടസ്സം അങ്ങനൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. പിന്നെ മറ്റൊന്നും ചെയ്യുന്നില്ല, മെഡിസിൻ മാത്രമേ ഉള്ളൂ? മെഡിസിനേ ഉള്ളൂ. ഇപ്പൊ നിലവിൽ മെഡിസിനേ ഉള്ളൂ. ഡയാലിസിസ് ചെയ്യാൻ പറഞ്ഞോ? ഡയാലിസിസ് ചെയ്യാൻ കയ്യിൽ പിസ്റ്റലെല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡയാലിസിസ് എന്തെങ്കിലും ശ്വാസം മുട്ടലോ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യാൻ തുടങ്ങാമെന്ന് ഡോക്ടർ പറഞ്ഞു. ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടി പാരലായിട്ട് ചെയ്യുന്ന മെഡിസിൻസിൻ്റെ ഒക്കെ ഒന്ന് ഡോസ് കുറയ്ക്കാൻ സാധിച്ചാൽ അങ്ങനെ പാരലായിട്ട് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റും കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയാറ്റിൻ കുറയ്ക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. നെഫ്രൈറ്റിസ് അഥവാ വൃക്ക വീക്കം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് ഒരു മാക്സിമം കണ്ടീഷനിൽ എത്തുമ്പോഴാണ് സാധാരണ ഇപ്പം മഞ്ഞപ്പിത്തവും ഒക്കെ വന്നിട്ട് അതുപോലെ മറ്റ് രോഗങ്ങൾക്ക് ശേഷം ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ആ രോഗവുമായി ബന്ധപ്പെട്ട് നെഫ്രോൺസിനെ ബാധിച്ച് കഴിയുമ്പോഴാണ് ഇൻഫെക്ഷനായിട്ട് നെഫ്രൈറ്റീസ് വരുന്നത്. അപ്പോൾ അതിന് സ്ട്രോങ് ആൻറ്റിബയോട്ടിക്സ് ഒക്കെയാണ് സാധാരണ കൊടുക്കാറുള്ളത്. പേഷ്യൻസിൻ്റെ ആരോഗ്യ നിലയും കൂടെ. അപ്പോൾ നമുക്കതിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റിയ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറുടെ ചോദിച്ചോളൂ. ഹലോ. ഡോക്ടറെ, എനിക്ക് വലതുഭാഗം കിഡ്നിയുടെ വലതുഭാഗത്തുനിന്ന് വേദനയാണ്. കാൽമിക്ക് വേദന, പരിപ്പുണ്ട്. കഠിനമായിട്ടുള്ള പണികളൊന്നും എടുക്കാൻ പറ്റില്ല. എത്ര വയസ്സുണ്ട്? എനിക്കിത് 34. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇത് കുറച്ച് കാലമായത്. ഞാൻ ആദ്യം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയായിരുന്നില്ല. ഇനി അടുത്ത് ഞാനിപ്പോ ചെക്ക് ചെയ്തായിരുന്നു. ഇത് യൂറിക് ആസിഡ് കൂടുതലാണ്, അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. കല്ലുണ്ടെന്ന് പറഞ്ഞു. കല്ലുണ്ട്, അതുകൊണ്ടാണ് ആ വേദന കാലിലേക്ക് വരുന്നത്. റീനൽ സ്റ്റോണിന്റെ പെയിന്റെ ഒരു പ്രത്യേകതയാണ് നടുവിൽ വേദന തുടങ്ങിയിട്ട് കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പെയിൻ. അങ്ങനെയാണ് ആള് പറഞ്ഞത്. അതെ. അപ്പം ഈ നല്ല അധ്വാനി ആയിരുന്നിരിക്കണം മുമ്പ്. ഇല്ല, അധികം പഠിക്ക് അങ്ങനെ. എനിക്ക് സിനിമാറ്റിക് ഓപ്പറേറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പണിയുണ്ട്. ഇപ്പൊ അധ്വാനമുള്ള പണിയാണ്. അതെ. ഈ അധ്വാനമുള്ള പണി ചെയ്യുന്ന ആളുകൾ സമയത്തിന് ആഹാരം കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത്. ഇപ്പോഴും വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ വെള്ളം കുടിക്കുന്നുണ്ട്. ഇപ്പൊ കാരണം കല്ലുകള് ഓരോന്ന് പോകുന്നുണ്ട്. യൂറി പാസ് ചെയ്യുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഓരോ കല്ലുകൾ പോകും. കുറച്ച് കൊച്ചു കൊച്ചു കല്ലുകൾ പോകുന്നുണ്ടല്ലേ? അപ്പൊ ഈ പോണേക്കാളും മുന്നിൽ ചിലപ്പോ വേദനയായിരിക്കും. ഭയങ്കര വേദനയായിരിക്കും. അബ്ഡോമിനൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പം കല്ലിന്റെ സൈസ് എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു? ചെയ്ത് കഴിഞ്ഞപ്പോ സൈസ് പറഞ്ഞില്ലേ? കല്ലുണ്ടെന്ന് പറഞ്ഞോളൂ. മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞോളൂ. അവര് 7 mm താഴെ സൈസുള്ള കല്ലെല്ലാം യൂറിനൂടെ പാസ് ഔട്ട് ചെയ്ത് പോകും. പക്ഷെ ധാരാളം വെള്ളം കുടിക്കണം. ഹോമിയോപ്പതിയിൽ ചില പ്രത്യേക മരുന്നുകളുണ്ട് കല്ല് പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ളത്.
അത് വെള്ളത്തിലൊഴിച്ച് കുടിക്കുകയാണ് ചെയ്യേണ്ടത്. ധാരാളം ഒരു 3-4 ലിറ്റർ വെള്ളം കുടിക്കാൻ ഞങ്ങൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്, ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. വൃക്കരോഗത്തിനുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ജയകുമാറാണ്. ഡോക്ടറിന് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം ജയകുമാർ, പറഞ്ഞോളൂ. ഡോക്ടറെ, എന്റെ അച്ഛന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അച്ഛന് 75 വയസ്സായി. അപ്പൊ അച്ഛന് ഒരു 10-15 വർഷം കൊണ്ട് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഷുഗറിന് മെഡിസിൻ കഴിച്ചപ്പോ അത് ഈ ഡയബറ്റിക് നെഫ്രോ അതായെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോഴത്തെ ക്രിയാറ്റിൻ 3 ഉണ്ട്, യൂറിയ 70 ഉണ്ട്. അപ്പോഴേ ഈ ഹോമിയോയിൽ എന്തെങ്കിലും ചികിത്സ, ഫലപ്രദമായ ചികിത്സ ഉണ്ടാവും? കേട്ടിടത്തോളം ഇത് ആരംഭമാണ്. ഇത് പിന്നെ യൂറിക് ആസിഡ് എത്രയുണ്ട്? യൂറിയ 70 ഉണ്ട്. യൂറിക് ആസിഡോ? യൂറിക് ആസിഡ് നോക്കിയിട്ടില്ല. അത് നമുക്കൊരു റീനൽ ഫങ്ഷൻ ടെസ്റ്റിലൂടെ അതെല്ലാം അറിയാൻ പറ്റും. ഇതൊക്കെ നോർമലായിട്ട് നിർത്താൻ നമ്മൾ ഒരു ജീവിത ശൈലിയിൽ തന്നെ ഒരു മാറ്റം വരുത്തണം. ഇപ്പോൾ ഷുഗറിന് വേണ്ടിയിട്ട് റെഗുലർ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ അത്രയും കാലത്തെ ഒരു ലോങ് ടേം മെഡിസിൻ ഇൻടേക്ക് കൊണ്ട് തന്നെ കിഡ്നിയെ ബാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് പറയുന്നത് പിന്നെ ഈ ധാരാളം വെള്ളം കുടിപ്പിക്കുക. കുടിച്ചിട്ട് ടെസ്റ്റ് ഇടയ്ക്ക് നല്ല നീരുണ്ട്. അപ്പോൾ അതൊക്കെ വെള്ളം കുടിച്ച് നന്നായിട്ട് യൂറിൻ പോയി കഴിയുമ്പോൾ തന്നെ നീരിന് കുറവ് സംഭവിക്കും. പിന്നെ ഹോമിയോപ്പതിയിലൂടെ ഇതിന് ഇപ്പം 3 വരെ ക്രിയാറ്റിൻ വന്നിട്ടുള്ളൂ. 1.2-ൽ താഴെ ആക്കാൻ, അല്ലെ 1-ൽ താഴെ ആക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ഷുഗർ ഉൾപ്പെടെ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ പാരലായിട്ട് നമുക്ക് മൊത്തത്തിൽ സമഗ്രമായ ചികിത്സ തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ ആ നീരും ഒക്കെ കുറച്ച് പൂർണ്ണമായിട്ട് ക്രിയാറ്റിനും യൂറിക് ആസിഡും ഒക്കെ നോർമൽ ആക്കിയെടുക്കാൻ ഈ കണ്ടീഷനിൽ വളരെ ഈസി ആയിരിക്കും. കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ പ്രയാസം വരും. പ്രമേഹ ബാധിതരിലുണ്ടാകുന്ന വൃക്കരോഗങ്ങൾ എന്തൊക്കെയാണ്? അതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രധാനമായിട്ട് ഇത് തന്നെയാണ്. ലോങ് ടേം പാൻക്രിയാസ് ഉൾപ്പെടെ ഇൻറ്റേർണൽ ഓർഗൻസിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തുടക്കത്തിലെ നമ്മൾ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഷുഗർ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ട്രിപ്പൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഷുഗർ, ഇപ്പം ഹൈപ്പോഗ്ലൈസീമിയ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ചിലപ്പം ഒരു കണ്ടിന്യൂസ് ട്രിപ്പ് ഇടേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ. ആ സമയത്ത് ബ്ലഡ് എടുക്കുന്നത് ആ വെയിനിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് യാദൃച്ഛികവശാൽ ഷുഗർ ഉണ്ടെന്ന്, അല്ലെങ്കിൽ എബോവ് ഒരു 450 ഒക്കെ. എനിക്കൊരു ആക്സിഡൻ്റൽ കേസ് എൻ്റെ വീട്ടിൽ തന്നെ അനുഭവം ഉണ്ടായതാണ്. ഒരു 98 ഷുഗറുകാരന് പെട്ടെന്ന് പിറ്റേ ദിവസം 450 ഷുഗർ കണ്ടെത്തി. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു താൽക്കാലികമായ കാര്യമാണ്. അപ്പോൾ ഇതിന് വരെ നമ്മൾ കഴിക്കുന്നത് ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുന്നതേ ഇല്ല. നമ്മുടെ സാധാരണ എല്ലാ ഡോക്ടേഴ്സും പറയും പരിശോധിച്ച് നോക്കി നോർമലാകുമ്പോൾ നിർത്താമെന്ന് പറയുന്ന പലതും, പക്ഷേ അങ്ങനൊരു ചടങ്ങിലേക്ക് പോകുന്നില്ല. തുടങ്ങിയിട്ട് റെഗുലറായിട്ട് മെഡിസിൻ വാങ്ങി സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഫുഡിലിപ്പം ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്ന ഷുഗറും ബിപിയും കൊളസ്ട്രോളും നമുക്ക് നോർമലാക്കാൻ ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ട് തന്നെ സാധിക്കും. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരിക്കലും ഈ രീതിയിൽ ഒരു പിന്നെ കിഡ്നി ഫെയിലർ ഉണ്ടാക്കാനായിട്ട് ഇടയാവുന്നില്ല. അപ്പോൾ നമ്മൾ കഴിയുന്നതും അതൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കി, ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ സിംറ്റംസ് നമുക്കറിയാൻ പറ്റും. നീര് വരാം, അതൊക്കെ ഒരുപാട് ആയിക്കഴിയുമ്പോഴാണ് നീരൊക്കെ കാണുന്നത്. പക്ഷേ യൂറിൻ തടസ്സം വരികയും നമുക്ക് വെള്ളം ദാഹം വന്നാലും വെള്ളം കുടിക്കാതൊക്കെ ഇരിക്കുമ്പം സ്വാഭാവികമായിട്ടും യൂറിൻ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ വെള്ളം കുടിച്ചുകൊണ്ട് മാനേജ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കഴിയുന്നതും അമിതമായ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കുക വഴിയൊക്കെ നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ദീർഘനാളത്തെ മരുന്നുകളുടെ ഉപയോഗം വൃക്കകളെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടല്ലോ. അത്തരം ഒരു കണ്ടീഷനിൽ എന്താണ് ചികിത്സ? നമ്മൾ അമിതമായ മരുന്നിൻ്റെ ഉപയോഗം തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് കുറേയൊക്കെ ഇപ്പോൾ തന്നെ ഷുഗർ പേഷ്യൻസിന് നമുക്ക് പ്രകൃതി തന്നിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. കുമ്പളങ്ങ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. കുമ്പളങ്ങ ജ്യൂസ് കഴിക്കാൻ പറയും. അതുപോലെ തന്നെ നെല്ലിക്ക, പാവയ്ക്ക, ഇതൊന്നും തന്നെ ആരും നോക്കുന്നില്ല. പെട്ടെന്ന് ഗുളിക കഴിച്ചാൽ എളുപ്പം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഈ ഷുഗർ പേഷ്യൻസിന് പൊതുവെ മധുരത്തോട് വലിയ താല്പര്യമായിരിക്കും. അവർ അലുവയും ലഡുവും എല്ലാം കഴിക്കും, പായസം കുടിക്കും, ഐസ്ക്രീം കഴിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൺട്രോൾ ഇല്ലാതെ ഷുഗർ കൂടുകയും അപ്പോൾ ഒരു ഗുളിക കഴിക്കേണ്ടടുത്ത് 2 ഗുളിക കഴിക്കും. അപ്പോൾ ഇത് നമ്മൾ നിയന്ത്രിക്കുക തന്നെയാണ് ഏറ്റവും അത്യാവശ്യം. ആരംഭഘട്ടത്തിൽ തന്നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു സങ്കീർണതയിലേക്ക് പോകില്ല. മാറിയ ജീവിതശൈലിയുമായിട്ട് വൃക്കരോഗങ്ങൾ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു?
തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ ഇത്രയും കൂടുതൽ വൃക്കരോഗികൾ വരാനുള്ള കാരണവും. കൊച്ചു കുട്ടികൾക്ക് തന്നെ എത്രയോ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പോലും ഡയാലിസിസ് എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതാണ് കാരണം. ഫാസ്റ്റ് ഫുഡും മറ്റ് ഇപ്പം അജിനോമോട്ടോയും സോയ സോസും ഒക്കെ ചേർക്കാത്ത ഒരു ഫാസ്റ്റ് ഫുഡും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഇതൊക്കെ അഡിക്റ്റ് ആകുന്ന രീതിയിൽ എല്ലാ ദിവസവും കഴിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കൊക്കക്കോള, പെപ്സി ഇതൊക്കെ കുട്ടികളുടെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിലും വലിയ 2.5 ലിറ്ററിൻ്റെ കുപ്പി വാങ്ങിച്ച് വെച്ചിട്ട് അത് ഒറ്റ ദിവസം കൊണ്ട് കുടിച്ച് തീർക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ആന്തരിക അവയവങ്ങളെ അതൊക്കെ സാരമായി ബാധിക്കും എന്ന് അറിയുന്നവർക്ക് പോലും ഈ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് മദ്യപിക്കുന്നത് പോലെ തന്നെ. വൃക്കകളിൽ ഉണ്ടാകുന്ന സിസ്റ്റുകൾക്ക് ഹോമിയോപ്പതിയിലൂടെ എത്രമാത്രം ഫലപ്രദമായിട്ട് ചികിത്സ നൽകാൻ സാധിക്കും? ഹോമിയോപ്പതിയിൽ നമ്മൾ എല്ലാ വിധത്തിലുള്ള സിസ്റ്റും ബ്രസ്റ്റിലും പിന്നെ അതുപോലെ തന്നെ തൈറോയിഡിലും കരളിലും മറ്റേ ഗർഭപാത്രത്തിലും ഒക്കെ വരുന്ന സിസ്റ്റിന് നമ്മൾ ഓപ്പറേഷൻ ഇല്ലാതെ ചികിത്സിക്കുന്നത് പോലെ തന്നെ കിഡ്നിയിൽ വരുന്ന സിസ്റ്റിനും നമുക്ക് ഇതേപോലെ അത് ചുരുങ്ങി വറ്റി പോവുകയാണ് ചെയ്യുന്നത്. ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്, ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. വൃക്കരോഗങ്ങൾക്കുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഫ്രോട്ടിക് സിൻഡ്രത്തിനെ കുറിച്ച് കൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഇത് കിഡ്നിയുടെ മാക്സിമം ഒരു അവസ്ഥ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ വല്ലാതെ ഫെഡപ്പ് ആകുന്ന ഒരു കണ്ടീഷനാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സിംറ്റംസും വരും. അത് പലരുടെയും ആരോഗ്യ അവസ്ഥയും പ്രായവും ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർ കുറച്ച് കൂടിയ ക്രിയാറ്റിൻ കണ്ടീഷനിൽ പോലും നീരും ഒന്നും ഇല്ലാതെ സുഖമായിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും നടത്തി പോകുന്നു. 3-4 ഒക്കെ ക്രിയാറ്റിൻ എത്തിക്കഴിഞ്ഞ് മാത്രം കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് 10-25 വർഷമായിട്ട് ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ നിരന്തരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെഡപ്പായി ബെഡ് റിഡൺ ആയി പോകും. അപ്പോൾ അവർക്ക് കാണുന്ന നീരുൾപ്പെടെയുള്ള ഒരുപാട് സിംറ്റംസ് ഈ പിന്നെ നെഫ്രോട്ടിക് സിൻഡ്രോമായിട്ട് വരാറുണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഡോക്ടറിനെ ചോദിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. മാഡം, എൻ്റെ പ്രതീക്ഷയാണ്, പാലക്കാട് വിളിക്കുന്നത്. മാഡം നന്നായി ലിക്കർ കഴിക്കുമായിരുന്നു. നിർത്തിയിട്ട് കുറച്ചുകളായി നിർത്തിയായിരുന്നു. അപ്പൊ അത് കുറച്ച് തുടങ്ങിയായിരുന്നു. പക്ഷെ ചെക്കപ്പ് ചെയ്തപ്പോ കുട്ടി കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്, ഭയങ്കര ബാക്ക് പെയിനും ഇതൊക്കെ ആയിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റ് കംപ്ലൈൻസ് ബാക്ക് പെയിൻ അല്ലാതെ ഉള്ളത്? കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, ഷുഗറും BP ഒക്കെ നോർമലാണ്. അതെ. പിന്നെ പഴുപ്പുണ്ടായിരുന്നു. എവിടെയാ പഴുപ്പ് വന്നത്? യൂറിനില്? യൂറിനിൽ. അൽബുമിനൂറിയ. നടുവേദനയുണ്ട്. സ്കാൻ ചെയ്തോ മറ്റോ നോക്കിയോ? ഇല്ല. ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ ബാക്ക് പെയിൻ കിഡ്നി സ്റ്റോൺ കൊണ്ടാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് നന്നായിരിക്കുള്ളൂ. പിന്നെ ഈ ലിക്വർ അതൊരു പൊതുവെ മറ്റു മരുന്നുകളെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദീർഘകാലം മദ്യപിക്കുന്ന ആളുകൾക്കും കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം കരൾ പോലെ തന്നെയാണ് കിഡ്നിയെയും ബാധിക്കാറുള്ളത്. അപ്പോൾ നിർത്തിയെങ്കിലും അതിൻ്റെയൊക്കെ ഒരു തീവ്രമായ പ്രശ്നം അവയവങ്ങളിൽ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നാൽ പിന്നെ അതിൻ്റെയൊക്കെ ബാഡ് എഫക്റ്റും കൂടി മാറ്റത്തക്ക രീതിയിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാറാണ് പതിവ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. പ്രകൃതി ചികിത്സയുടെ മറ്റും ഭാഗമായിട്ട് ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടുള്ള ജലചികിത്സ പലരും ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചും 2 അഭിപ്രായം പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശരിക്കും അത് വൃക്കകൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുന്നത്? ആരംഭത്തിൽ വളരെ ഗുണമാണ്. കാരണം മറ്റൊരു ചികിത്സയും ചെയ്യാതെ തന്നെ ജലചികിത്സ കൊണ്ട് രോഗിയെ പൂർണ്ണമായി രോഗവിമുക്തരാക്കാൻ പറ്റും. മറിച്ച് ഈ പറഞ്ഞ നെഫ്രോട്ടിക് സിൻഡ്രോം കണ്ടീഷനിലൊന്നും നമുക്ക് ജലചികിത്സയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം കിഡ്നിക്ക് റെസ്റ്റ് കൊടുക്കേണ്ട അവസ്ഥയാണ്. കിഡ്നിയെ വെറുതെ വെച്ചുകൊണ്ടാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ ഒരു ഏർലി സ്റ്റേജിലൊക്കെ തന്നെ ജലചികിത്സയും തുടർന്ന് വരുന്ന കണ്ടീഷനിൽ മരുന്നും പാരലായിട്ട് ജലചികിത്സയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുകയാണ്. എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് എന്നാണ് പേഷ്യൻസിനോട് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ അവർ ധാരാളം വെള്ളം കുടിക്കുന്നെന്ന് പറയുന്നത് എത്ര ഗ്ലാസ് ആണെന്ന് ചോദിക്കുമ്പോൾ രാവിലെ ഒരു ചായ, ഉച്ചക്കലത്തെ ഊണിൻ്റെ കൂടെ, പിന്നെ അത്താഴത്തിനുണ്ട് ആകെ 3 ഗ്ലാസ് വെള്ളം, 1 ലിറ്റർ വെള്ളം. ഇങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജലചികിത്സ മസ്റ്റാണ്. അവർ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ കുളിക്കുക,
ശരീരത്തിൽ നിന്ന് വിയർത്തും ധാരാളം ജലം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഈ കാലാവസ്ഥയിലാണ്, ഈ ഉഷ്ണകാലത്താണ് ഈ ഏറ്റവും കൂടുതൽ കിഡ്നി പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂറിനറി ഇൻഫെക്ഷൻ തുടങ്ങി മറ്റനവധി കംപ്ലൈൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു കണ്ടീഷൻ കഴിയുമ്പോഴത്തേക്ക് ഹെമച്ചൂറിയ ഉണ്ടാവാറുണ്ട്. ഇപ്പം വിളിച്ച പേഷ്യൻറ്റിന് അൽബുമിനൂറിയയാണ്, പഴുപ്പുണ്ട് എന്ന് പറഞ്ഞ കണ്ടീഷൻ അൽബുമിനൂറിയാണ്. അപ്പം ആൽബുമിനും ഈ മറ്റ് എല്ലാ സെഡിമെൻസും കിഡ്നിയിൽ അരിച്ചരിച്ച് പോകുമ്പോൾ അതിൻ്റെ ജോലി കൂടുകയാണ്. ആ ജോലിഭാരം കൂട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധാരാളം വെള്ളം കൊടുക്കണ്ട എന്ന് ചില ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അത് കണ്ടീഷൻ വ്യത്യാസമാണ്. തുടക്കത്തിലാണെങ്കിൽ വെള്ളം കുടിച്ച് അതിൻ്റെ സെഡിമെൻസ് നമുക്കറിയാം, കട്ടിയായിട്ടൊരു സാധനം അരിപ്പയിലൂടെ വീഴാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ അതൊന്ന് ലൂസാക്കി കൊടുത്താൽ വളരെ ഫാസ്റ്റായിട്ട് അത് അരിച്ചെടുക്കാൻ പറ്റും. അതേ കണ്ടീഷനാണ് നമ്മുടെ കിഡ്നി ചെയ്യുന്ന ജോലിയും. ഇതുപോലെ നമ്മുടെ ശരീരം കഴിക്കുന്ന ആഹാരവും വെള്ളവും അതിനകത്തെ വേസ്റ്റ് അരിച്ചു മാറ്റുന്ന ഒരു ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കിഡ്നിയെ നമ്മൾ സഹായിക്കുന്നത് വെള്ളം കുടിച്ചുകൊണ്ട് തന്നെയാണ്. ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിലൂടെയുള്ള വൃക്ക ചികിത്സാ രീതികൾ അതെന്താണെന്നൊന്ന് വിശദീകരിക്കാം. പൊതുവെ എല്ലാ രോഗത്തിനും നമ്മുടെ ചികിത്സയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് പേഷ്യൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ പ്രധാനമാണ്. അവരുടെ ഹാബിറ്റ്, നേച്ചർ, ക്യാരക്ടർ എല്ലാം നമ്മൾ നോക്കി മാത്രമേ നമുക്കൊരു മെഡിസിൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓർഗൻ ബേസ്ഡ്, ഇപ്പോൾ കിഡ്നിയെ സംബന്ധിച്ചിട്ട് അതുപോലെ ഹാർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പം ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനും എല്ലാം തന്നെ നമ്മൾ ഓർഗൻ ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെഡിസിനും സെലക്ട് ചെയ്യേണ്ടി വരും. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഗൻസ് സെലക്ഷനും കൂടാതെ നമുക്ക് അവരുടെ ഹെറിഡിറ്ററി നോക്കണം. പാരമ്പര്യമായിട്ടെന്ന് മാത്രമല്ല, ഇവരുടെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ, കുഞ്ഞുനാൾ മുതൽ എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ മഞ്ഞപ്പിത്തമോ മറ്റ് ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് ചിക്കൻ പോക്സ് ഒക്കെ വന്ന് ലോങ് ടേം മറ്റു മെഡിസിനൊക്കെ കഴിക്കേണ്ടി വന്നു. ഇപ്പോൾ ചിക്കനൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് 2 ആഴ്ച ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ചിലപ്പം വളരെ വഷളാക്കി കൊണ്ടുപോയി ഇപ്പോൾ ന്യൂമോണിയ വന്ന് ചിക്കൻ ബോക്സ് വന്ന് മരിച്ചു എന്നാണ് വാർത്ത വരുന്നത്. പക്ഷേ ന്യൂമോണിയ ആയി കണ്ടീഷനായിട്ട് ഇപ്പോൾ പുറമേ നനച്ച് തുടയ്ക്കുക അങ്ങനെയൊക്കെ വേഴ്സായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഓരോ രോഗത്തിൻ്റെയും ആ രോഗത്തിനും അതിൻ്റെ ചികിത്സയ്ക്കും ഒക്കെ തന്നെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഈ രോഗം വരുമ്പോൾ നമ്മൾ അതെല്ലാം പാസ്റ്റ് ഹിസ്റ്ററിയിൽ എടുക്കണം. അതുകൂടാതെ നമുക്ക് മയാസ്മാറ്റിക് എന്ന് പറയും. മയാസം എന്ന് പറയുന്ന ഹോമിയോപ്പതിയുടെ സാമുവൽ ഹനിമാൻ ആണല്ലോ ഇതിൻ്റെ ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ സോറ സിഫിലിസ് സൈക്കോസിസ് ആണ്, ബേസിക് കോസ് എന്നാണ്. എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഇതാണ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബാഹ്യ ലക്ഷണങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഉദാഹരണത്തിന് സൈക്കോട്ടിക് മിയാസത്തിൻ്റെ ആളാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അരുമ്പാറാണ്. ഇപ്പം പേഷ്യൻറ്റിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെയെങ്കിലും അരുമ്പാറയോ മുഴയോ ഉണ്ടോ, അത് ബാഹ്യലക്ഷണമാണ്. ആന്തരിക വ്യതിയാനത്തിൻ്റെ ബാഹ്യലക്ഷണമാണ് ബാഹ്യമായി കാണുന്ന ഈ സിംറ്റംസ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അരുമ്പാറയ്ക്ക് പോകാനുള്ള മെഡിസിൻ കൊടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം പോകും, അതിനോടൊപ്പം ആന്തരികമായ ആ വ്യതിയാനവും മാറും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസിയായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ മറ്റ് രോഗങ്ങളുടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ടോട്ടൽ ഇതും കൂടി വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് അവരെ നമ്മൾ പ്രത്യേകിച്ച് മരുന്നായിരിക്കും സെലക്ട്. ഇപ്പോൾ ബി പി ഉള്ളവർ, ഷുഗർ ഇല്ലാത്തവർ, ഇതെല്ലാം കൂടെ ഉള്ളവർ, ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കി മാത്രമേ നമുക്കൊരു മെഡിസിൻ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാലും കോമൺ ആയിട്ട് നമ്മൾ ഇതിന് വരുന്ന നീര് അങ്ങനെയൊക്കെ എപ്പിസ്മെലിഫിക്ക അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസാണ് പ്രധാനമായിട്ട്. പിന്നെ ചിലർക്ക് മഹോദരം വന്നിട്ട് വളരെ ഹാർഡായിട്ട് വയറ് വെള്ളം കുത്തിയെടുക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരവസ്ഥയൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ സിംറ്റം അനുസരിച്ച് മെഡിസിൻ കൊടുത്ത് അതും കൂടി നമുക്ക് കുറച്ചെടുക്കാം. ഡയാലിസിസിൽ എത്തുന്ന രോഗികളെ നമുക്ക് ഹോമിയോ ചികിത്സയിലൂടെ എങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കും? അത് ഈ ഏർലി സ്റ്റേജിലൊക്കെ ഡയാലിസിസ് ചെയ്യുന്നവർ വളരെ കുറവാണെങ്കിലും അവരെ നമുക്ക് ഒരുപക്ഷെ ഡയാലിസിസിൻ്റെ തോത് എണ്ണവും കുറച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരാഴ്ചയിൽ 3-4 ഒക്കെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മാസത്തിൽ 1 ആക്കി കൊടുത്താൽ വലിയ അനുഗ്രഹമല്ലേ, അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ശാസ്താംകോട്ടയിലെ അഹിംസ് ഹോമിയോ സ്പെഷ്യാലിറ്റി സെൻ്ററിലെ ഡയറക്ടർ ഡോക്ടർ സലീനയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ പങ്കെടുത്തത്. നന്ദി, നമസ്കാരം.